നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്നിവിടെ നല്ല അടിപൊളി ടേസ്റ്റിൽ പെർഫെക്റ്റായിട്ട് ഒരു ചായ എങ്ങനെ തയ്യാറാക്കാം നോക്കാം. നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്നൊരു ചായയുടെ സ്വാദാണ് കേട്ടോ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് പാല്, 1 കപ്പ് വെള്ളം, ഒരു 2-3 സ്പൂൺ തേയില, പഞ്ചസാര, 1 പീസ് ഇഞ്ചി, 4-5 കഷ്ണം ഏലക്കായ. ആദ്യം നമുക്കൊരു സോസ് പാനിൽ 1 കപ്പ് വെള്ളം വെച്ച് ഇതൊന്ന് തിളയ്ക്കാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇഞ്ചിയും ഏലക്കായും കൂടെ ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കാം. ഇതൊന്ന് തട്ടിയെടുത്താൽ മതിയാകും കേട്ടോ, ഒരുപാടങ്ങ് ചതഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് തിളച്ച് വരുമ്പോഴേക്കും ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. അതായത് നമുക്ക് ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഒന്ന് വെള്ളത്തിൽ നല്ലപോലെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് തിളച്ച് വരുമ്പോഴേ നമ്മളിത് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇത് വീണ്ടും തിളച്ച് വരുമ്പോഴേക്ക് ഇതിലേക്ക് നമുക്കൊരു 2-3 സ്പൂൺ തേയില ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം മീഡിയമാണ് വെച്ചേക്കുന്നത് ഈ സമയത്ത്. എന്നിട്ട് നമുക്കിത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അങ്ങനെ ഇത് തിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്ക് വീണ്ടും ഇതൊന്ന് സിമ്മിലാക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് പാൽ, ഇപ്പം ഞാനിവിടെ 1 കപ്പ് വെള്ളത്തിന് 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. പാലൊഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്രീമിയർ ചായയാണ് വേണമെങ്കിൽ പാലിൻ്റെ അളവ് കൂട്ടാം കേട്ടോ. കുറച്ച് ലൈറ്റ് ചായ മതി എന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടാം. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റാം. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോഴും മീഡിയം ഫ്ലെയിമിലാണ്. ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട് ചെറുതായിട്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിങ്ങനെ തിളച്ച് പൊങ്ങി വരുമ്പോഴേക്ക് വീണ്ടും മീഡിയത്തിൽ നിന്ന് നമുക്കൊന്ന് സിമ്മിലേക്കാക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് ഈ തേയിലയും ഇഞ്ചിയും ഏലക്കയും ഒക്കെ ഫ്ലേവർ നല്ലപോലെ ചായയിൽ ഇറങ്ങും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം. നമ്മുടെ ഏലക്കായും ഇഞ്ചിയും തേയിലയും ഒക്കെ നമ്മുടെ അരിപ്പയിൽ വന്നിട്ടുണ്ട്. ഇതിനി ഒരു സ്പൂൺ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ചായയിൽ കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചായയിലെ കപ്പിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലോ ഒഴിച്ച് കുടിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു ടീ പോട്ടിലേക്ക് മാറ്റാണ്. ഇപ്പം ഞാനിത് കപ്പിലേക്ക് മാറ്റാണ്. ഈ കപ്പിൻ്റെ സൈസിന് ഒരു 3 കപ്പ് ചായ ഇതിൽ കിട്ടും കേട്ടോ. ഈ അളവിന് 1 കപ്പ് പാലിനും 1 കപ്പ് വെള്ളത്തിനും. ഞാൻ നേരത്തെ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ ഷുഗർ ആഡ് ചെയ്യാണ് കേട്ടോ. ഞാനിപ്പോൾ 1 സ്പൂണാണ് ആഡ് ചെയ്യുന്നത്. അതും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചായ റെഡി ആയിട്ടുണ്ട്. നോക്ക് എത്ര സിമ്പിളാണ്. ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത്. ഇത് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.